അമ്മയുടെ എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ. ഇതുപോലത്തെ കണ്ണുകളുണ്ടെങ്കിൽ കള്ളന്മാരൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. ഒരു ലുക്ക് വെച്ചിട്ടുള്ള കളികളാണല്ലോ ടിൻചേട്ടന്റെ മൊത്തത്തിൽ. ഈ മൂവി എന്താണ് ശരിക്കും? അഭിനയമൊക്കെ പഴയത് തന്നെയാണ്. പക്ഷേ ഒന്നാമത് IPS ഒക്കെ കിട്ടണമെങ്കിൽ എത്ര നാൾ പഠിക്കണം? ഇത് ഒറ്റ ദിവസം കൊണ്ട് പുള്ളി തരുമല്ലേ. മറ്റേ ക്രൂക്കഡായിട്ടാണല്ലേ എല്ലാം ചെയ്തിരിക്കുന്നത്. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു കൗമുദി മൂവീസ്. ഇറ്റ്സ് മീ അജ്ന താജ്. ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് പോലീസ് ഡേ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ഡയറക്ടർ സന്തോഷ്, അൻസിബ ഹസൻ ആൻഡ് ടിനിറ്റോ. 3 പേർക്കും നമസ്കാരം. അപ്പോൾ പോലീസ് ഡേയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും പോലീസാണെന്ന് തോന്നുന്നല്ലേ? അല്ല അല്ലേ? അല്ല, പറ. ഞാൻ പോലീസാണ്. അപ്പൊ കണ്ടറിയല്ലോ. അൻസിബയുടെയും ഒരു ലുക്കൊക്കെ കണ്ടിട്ട് എനിക്ക് പോലീസായിട്ടാണ് തോന്നുന്നത്. അൻസിബ IT പ്രൊഫഷണൽ ആണോ? പോസ്റ്റർ കണ്ടോണ്ട് ആ പോസ്റ്ററിൽ ഇങ്ങനെ നോട്ടം തലയെടുപ്പ് കണ്ടിട്ട് എനിക്ക് ഒരു നോട്ടം. അതെ അതെ, ഭയങ്കര അതാണ് ഇതിന്റെ ഒരു ഇത്. ഫുൾ ചേട്ടൻ ഫുൾ മറ്റേ ക്രൂക്കഡായിട്ടാണല്ലേ എല്ലാം ചെയ്തിരിക്കുന്നത്. എന്താണ് ശരിക്കും മൂവി? എന്താണ് ഒരു ത്രില്ലർ ജോണർ മൂവിയാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. സംവിധാനം തന്നെ പറയട്ടെ, സന്തോഷ് മോഹൻ പാലു. ഇത് നമുക്ക് ഒരു പോലീസിന് ഒരു ദിവസം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താണ്, ഒരു പോലീസ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഒരു പോലീസിന്റെ മരണം, അത് കൊലപാതകമോ ആത്മഹത്യയോ ആവാം. അപ്പം പോലീസ് ഒരു ദിവസം അഭിമുഖീകരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്. ഈ സമ്മർദ്ദങ്ങൾ സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പോലീസുകാർ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഉണ്ട്. അവർ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു നമ്മൾ പറയുന്നത് ആത്മഹത്യയാണെങ്കിൽ ചിലപ്പോൾ ഒരു കൊലപാതകമായിരിക്കാം, അല്ലേ? അത് എന്താണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഒരു ഡ്യൂട്ടി എന്നുള്ളത്. കാരണം സമ്മർദ്ദത്തിന്റെ ഇതൊരു സിംഗിൾ ഡേ സ്റ്റോറിയാണ്. ഒരു ദിവസം നടന്ന ഒരു സംഭവമാണ്, അതിനെ അഭിമുഖീകരിച്ച് നടക്കുന്നൊരു കഥ. അപ്പോൾ ഈ പോലീസിന് ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ആളിയും സർക്കിളാണ്. ഒരു ത്രെഡ് നമുക്ക് വരുന്നത് അത് ഇത് തന്നെയും വരാമല്ലോ. പുള്ളി ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവും, ബുള്ളറ്റിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്നു. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം സ്റ്റേഷനിൽ നിന്ന് ഒരു കേസിന് അന്വേഷിച്ചിട്ട് വിട്ട കേസ് അവർ പോണ വഴിക്ക് ഇദ്ദേഹം തിരിച്ചു പോണ വഴിക്ക് സന്ദർഭവശാൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവും. അത് നമുക്ക് ഏത് ഇത് തന്നെ ചിന്തിക്കാം. അവർ മനഃപൂർവ്വം ചെയ്താണെന്നോ, അല്ലെങ്കിൽ പ്ലാൻഡ് ആണെന്നോ, അല്ലെങ്കിൽ നമുക്കൊരു യാദൃശ്യമായി സംഭവിച്ചാണെന്നോ ചിന്തിക്കാം. അതിന് ബേസ് ചെയ്താണ് കഥ. ശരി, അത് നമുക്ക് ഏത് രീതിയാണോ നമുക്ക് ചിന്തിക്കാം. ഫയല് ക്ലോസ് ചെയ്ത് ഇനി തുറക്കേണ്ടി വരും. ഓക്കെ, അപ്പം അൻസിബയുടെ ക്യാരക്ടർ ശരിക്കും എന്താ? പോലീസാണോ, IT ഉദ്യോഗസ്ഥയാണോ? കണ്ടിട്ട് എന്താ തോന്നിയേ? അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് കണ്ടിട്ട് പോലീസായിട്ടാ ഫീൽ ചെയ്യുന്നത്. തീവ്രത കണ്ടിട്ട് ഈ പോസ്റ്ററിലെ ലുക്ക് കണ്ടിട്ട് എനിക്ക് പോലീസായിട്ടാ ഫീൽ ചെയ്യുന്നത്. പോലീസല്ല, എന്തായാലും ഒരു IT പ്രൊഫഷണലാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇതിലങ്ങനെ പ്രത്യേകിച്ച് ഒരു നായകൻ, നായിക അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊന്നുമില്ല. ഇതിലെ കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്പേസുള്ള ഒരു സ്റ്റോറിയാണ്, ഒരു സ്ക്രിപ്റ്റാണിത്. അപ്പോൾ അതിൽ ഒരു നല്ല കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതൊരു ത്രില്ലർ ആയതുകൊണ്ട് ആ ഒരു ത്രില്ലിങ് എലമെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഒരു കൊച്ചു സിനിമയാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു 2 മണിക്കൂർ എന്തായാലും മുഷിപ്പിക്കുന്നൊരു സിനിമയല്ല ഇത്. ടിനിച്ചേട്ടാ തൊട്ട് ബാക്കിൽ വൻ പവർഫുൾ ലുക്കിലാണ് നിൽക്കുന്നത്, പോലീസിന്റെ വേഷമൊക്കെ ഇട്ടിട്ട്. ഇതിന് മുന്നേ ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ ടിൻചേട്ടന്റെ മറ്റേ പിടിക്കാൻ നിന്നിരുന്നു, പക്ഷെ ഒന്നും ടിൻചേട്ടനെ കിട്ടിയില്ല. നമ്മുടെ 916 കുഞ്ഞൂട്ടന്റെ. ഓക്കെ, അപ്പോൾ അതിലെ ലുക്കും ഭയങ്കര ഒരു ഡിഫറെന്റ് ആണ്. ഈ ലുക്കും എല്ലാം കൂടെ ഒരു ലുക്ക് വെച്ചിട്ടുള്ള കളികളാണല്ലോ ടിൻചേട്ടന്റെ മൊത്തത്തിൽ. ഈ മൂവി എന്താണ് ശരിക്കും? അഭിനയമൊക്കെ പഴയത് തന്നെയാണ്. പക്ഷേ അല്ല, ഇതില് കുറച്ചും കൂടി പല പല രൂപത്തിൽ. ഇപ്പൊ ഡയറക്ടർ സന്തോഷ് എന്റെ അടുത്ത് പറഞ്ഞത് പോലീസ് സ്റ്റൈല് പിടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നമ്മൾ റിലാക്സ്ഡ് ആയി. അത് യൂണിഫോം എല്ലാം ഇങ്ങനെയാണല്ലോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എൻക്വയറി നടത്തുന്ന ഒരാള് വളരെ കൂളായിട്ട് മതി. അത്
ചില സംഭവങ്ങൾ കുറച്ച് നാടകീയത ആവശ്യമാണല്ലോ, ഡ്രാമ ആവശ്യമാണ് ഈ പ്രത്യേകിച്ച് ഈ പോലീസ് സ്റ്റോറിക്കൊക്കെ. പക്ഷെ അത് വേണ്ടാന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ രീതിയിൽ ഞാൻ പോയെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഒരു എൻക്വയറിയാണ് നടത്തുന്നത്. ബ്രില്യൻസ് ആണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്, ആക്ഷനേക്കാൾ കൂടുതൽ. നല്ല ആക്ഷനുണ്ട്. അപ്പൊ ഇതുപോലത്തെ വേഷങ്ങൾ വളരെ വിരളമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഒന്നാമത് ഈ IPS ഒക്കെ കിട്ടണമെങ്കിൽ എത്ര നാൾ പഠിക്കണം? ഇത് ഒറ്റ ദിവസം കൊണ്ട് പുള്ളി തരുമല്ലേ. പുള്ളി ഒരു ഓൾറെഡി ഗവൺമെന്റ് ഓഫീസറാണ്. അപ്പൊ ഈ GST ഓഫീസറാണ്. പുള്ളിക്ക് അറിയാം ഈ മേഖല എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ഇപ്പൊ സാധാരണ GST ഓഫീസർ എന്ന് പറഞ്ഞ സിനിമയിൽ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുമല്ലോ, ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ടുള്ളൂ, ഇങ്ങനെ ഇരിക്കാം. അപ്പൊ ക്ലീഷയായിട്ടുള്ള സംഭവങ്ങളൊക്കെ വിട്ടിട്ടുള്ള ഒരു ത്രില്ലർ മൂവിയാണത്. ഇവരുടെ ഒരു ഏരിയ ഇപ്പൊ പറഞ്ഞല്ലോ, ഈ അൻസിബ എന്തോ നിഗൂഢത ഉള്ളത് കൊണ്ടായിരിക്കും ഇദ്ദേഹം കാസ്റ്റ് ചെയ്തത് തന്നെ. അപ്പൊ എൻ്റെ അടുത്തും വിളിച്ചു പറഞ്ഞു അൻസിബ വേണം നമുക്കെന്ന് പറഞ്ഞിട്ട് ദുബായിലോട്ട് വിളിച്ചു. ഞാൻ വിളിച്ചു. കിട്ടാത്തവരുണ്ടെങ്കിലും വിളിച്ച് റെഡിയാക്കേണ്ടത് ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അമ്മയിലേക്ക് വന്നിട്ടുണ്ടായില്ല. അപ്പൊ വന്ന വഴി അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ വഴി പിന്നെ വിട്ടില്ല. പിന്നെ ദുബായിലേക്ക് തിരിച്ചു വിട്ടില്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ അത്യാവശ്യമാണ്. ഇപ്പൊ അമ്മയുടെ എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണ സമിതിയിൽ ഉൾപ്പെടുത്തി. അപ്പൊ ഇതുപോലത്തെ കണ്ണുകളുണ്ടെങ്കിൽ കള്ളന്മാരൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ മോളുടെ കള്ളത്തരെല്ലാം വേണമെങ്കിൽ കണ്ണുകൊണ്ട് നോക്കി. അപ്പൊ ഡയറക്ടർ അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നല്ലേ. ഇപ്പൊ എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്, പക്ഷെ അൻസിബ വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതില് കണ്ണുകൊണ്ടുള്ള ഒരു ഇതുണ്ട്, ഒരു പ്രധാനമായ ഒരു ഇതുണ്ട്. അങ്ങനെ ആ ലുക്കിൽ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അൻസിബേനെ ഇതിലേക്ക് പോയത് തന്നെ. കണ്ണിന്റെ മാന്ത്രികത. അതെ. അപ്പൊ ഇതിന് അതാ സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. അതൊരു പുതുമയുള്ളൊരു ഇതായിട്ട് തോന്നും. ലാലേട്ടന്റെ ഒരു ഫാൻ പോലീസായ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണോ? ആണോ? അതാണോ? ഉറപ്പല്ലേ? ചോദിക്കാനുണ്ടോ? ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ചേട്ടൻ എങ്ങനെയാ ഈ ഒരു മൂവി ബ്രദർ ഇൻലോടൊരു ലീഡ് എന്നാണെന്ന് തോന്നുന്നു. അതെ അതെ. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് നമ്മള് കഥ ഒരു ത്രെഡ് വരുന്നത്. അപ്പം ഒരു അതവിടെ നമ്മള് വയനാട് കഴിഞ്ഞ വർഷം ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു ഈ ഇതിനകത്ത് വെച്ച്. അത് ആത്മഹത്യ എന്ന് പത്രങ്ങൾ എഴുതിയെങ്കിലും അത് പിന്നെ കൊലപാതകമായി കൂടെ. അപ്പൊ അത് എല്ലാത്തിന്റെ പിന്നിലെ ഒരു ഇതുണ്ട്. ഇപ്പം കണ്ണൂര് നമ്മളെ നവീൻ ബാബുവിന്റെ ആത്മഹത്യ, അതൊരു കൊലപാതകമായിക്കൂടെ? ഓ, ഇങ്ങനൊരു അപ്പൊ അത് തെളിയിക്കുക എന്നുള്ളതാണ് ഒരു പോലീസിന്റെ ഒരു ഇത്. അതിനൊരു കറക്റ്റ് ഒരു പോയിന്റ് കൊടുക്കുക എന്നുള്ളത്. അതിനാണ് ലാൽമോഹൻ IPS നമ്മുടെ സിനിമയിലേക്ക് ഇതിലേക്ക് എൻട്രി ചെയ്തേക്കുന്നത്. ഇതില് മീശ പിരിക്കുകയോ അല്ലെങ്കിൽ ഡ്രാമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. അത് ഞാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ പോലീസിന്റെ കണക്ക് പിന്നെ അതൊന്നും വേണ്ട. നമ്മള് വളരെ പുള്ളി ഓൾറെഡി ഒരു ഓഫീസറാണ്. നമ്മളൊന്ന് മസില് വിട്ട് റിലാക്സ് ആയി പോലീസുകാർ മതി എന്നുള്ളൊരു ഇത് പറഞ്ഞൊരു ഫ്രണ്ട്ലി അപ്രോച്ചിൽ പോകുന്നൊരു. അങ്ങനെ ആ രീതിയിലാണ് പോണത്. അൻസിബയ്ക്ക് ഈ ഒരു മൂവി ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹുക്ക് ചെയ്തൊരു ഫാക്ടർ ചോദിച്ചാൽ എന്തായിരിക്കും? ടിനിച്ചേട്ടൻ വിചാരിച്ചത് ടിനിച്ചേട്ടനാണല്ലേ വിളിച്ച്? നമ്മളെ കഥാപാത്രത്തിന് സൂട്ടായിട്ടുള്ളൊരു നമ്മളൊരു ആർട്ടിസ്റ്റിനെ കൺവിൻസ് ചെയ്യണമെങ്കിൽ പല ഭാഗത്തുനിന്ന് ചെല്ലേണ്ടി വരും. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വിളിക്കുന്നു, അൻസിബിനെ കിട്ടുന്നില്ല, ഞാൻ വിളിച്ചു നോക്കുന്നു, അൻസിബ എടുത്ത് പറയുന്നു നല്ല ടീമാന്ന് പറയുന്നു. അങ്ങനെയല്ല, നമുക്ക് അറിയില്ലല്ലോ ഓരോ പുതിയ ആളുകൾ വരുമ്പോ. അല്ല, അപ്പോൾ ഡയറക്ടർ ടീമും വീട്ടിൽ വന്ന് സ്റ്റോറി നറേറ്റ് ചെയ്തു, നല്ല സ്റ്റോറിയാണ്, ഇഷ്ടപ്പെട്ടു, അങ്ങനെ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ പടത്തിലേക്ക് വന്നത്. നല്ല കഥയായതുകൊണ്ടും നല്ലൊരു ടീം ആയതുകൊണ്ടുമാണ് ഈ സിനിമയിലേക്ക്. അൻസിബയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അൻസിബയുടെ അമ്മ ഭയങ്കര ഒരു കുക്കറാണ്. നമ്മൾ ഫുഡ് കഴിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. അത് നിർബന്ധിച്ചിട്ട് നമ്മളെ കഴിപ്പിച്ചിട്ടാണ് വിട്ടത്. അപ്പം മനസ്സിലായി കഥാപാത്രം ഓക്കെ ആയി എന്നുള്ളൊരു ഇത് മനസ്സിലായി. അപ്പൊ തന്നെ അൻസിബ ഓക്കെ പറഞ്ഞു. കഥാപാത്രം നല്ലൊരു ക്യാരക്ടറാണ്. അൻസിബയുടെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമകൾ വളരെ കുറഞ്ഞു. ഒരു സിനിമയിൽ ഒരു ഇടം കിട്ടുകയെന്ന് വെച്ചാൽ പെർഫോം ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഭാഗ്യമാണ്. കാരണം ഇത്ര ആർട്ടിസ്റ്റുകളുണ്ട്. സിനിമ വളരെ ക്രൈസിസിലൂടെ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ. പല പോലീസ് കേസുകളും കാര്യങ്ങളും
ഇതിന്റെ ഇടയിൽ ഒരു സദാനന്ദ സിനിമാസ് വീണ്ടും സിനിമയായിട്ട് വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണ്ടേ? അതെ. അതിനെല്ലാ സപ്പോർട്ടും കൊടുത്തു. അതാണ് ഇവിടെ ഇരുന്ന് തൊണ്ട പൊട്ടിക്കാനായിട്ട് ഇരിക്കുന്നത്. നമ്മൾ പറയുന്നത് കേട്ടിട്ട് ഒരാൾ തിയേറ്ററിലോട്ട് വരട്ടെ, നിരാശപ്പെടുത്തില്ല. ഓക്കെ, അൻസിബടുത്ത് എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒരു അമ്മ എന്ന് പറയുന്നത് സങ്കടം അല്ല, എനിക്ക് അതുമായിട്ട് കണക്ട് അല്ല, അങ്ങനല്ല. അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന, ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളുകൾ എല്ലാവരും ഉള്ള, അതായത് ഈ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ടുള്ള, എനിക്ക് തോന്നുന്നു കുറച്ചു കാലം മുന്നേ വരെയുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെയൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ആയിരുന്നു ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഇത്രയും ഒരുപാട് ടിൻചേട്ടൻ പറഞ്ഞ പോലെ ഈഗോ ക്ലാഷസ് ഉണ്ടാവാം, ഈഗോ പ്രശ്നങ്ങളുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടാവാം, സീനിയർ ആയിട്ടുള്ളവരെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത്രയും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ഥാനം അൻസിബയിലേക്ക് തന്നപ്പോൾ അത് ഏറ്റെടുക്കാൻ അൻസിബയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായത്, അല്ലെങ്കിൽ അത് ചെയ്ത് ബലിപ്പിച്ച് കാണിക്കണം എന്നുള്ള ആ ഒരു സ്ട്രെങ്ത് എവിടെ നിന്നാണ് ഉണ്ടായത്? അത് ഇൻബോണായിട്ട് എനിക്കങ്ങനെ ഒരു ചെയ്യുന്ന കാര്യം മര്യാദയ്ക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഇപ്പം എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയോ ഭയങ്കര അറിവാളിയായിട്ടുള്ള ഒരാളൊന്നും അല്ല ഞാൻ. എനിക്കറിയുന്ന ഒരു അറിവിന് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഞാൻ ശ്രമിക്കാറുണ്ട് പുതിയ പുതിയ അറിവുകൾ നേടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സംഘടനയിൽ ചെല്ലുക. അപ്പോൾ ഞാൻ 2013 ദൃശ്യം റിലീസ് ചെയ്തത്. അത് കഴിഞ്ഞ് 3 സിനിമകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്തത്. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞ ഒരു സംഘടനയിൽ ചേരണമെന്ന് കുഞ്ഞുനാൾ തൊട്ട് സിനിമയിൽ വരണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹം സഫലീകരിച്ചു. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്, ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്, ഇവരെ കൂടെ നിന്ന് വർക്ക് ചെയ്യണം, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള സമയത്താണ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഞാനൊരു മെമ്പറാവുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇലക്ഷന് മത്സരിക്കുന്നത്. ഇലക്ഷന് മത്സരിച്ചപ്പോഴും സ്ത്രീ പ്രാതിനിധ്യമുണ്ട്. 4 സ്ത്രീകൾ തീർച്ചയായിട്ടും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മെമ്പേഴ്സായിട്ട് ഇരിക്കണം എന്ന് നമുക്ക് വനിതാ സംവരണം ഉണ്ട്. പക്ഷെ ആ വനിതാ സംവരണം ഇല്ലായിരുന്നെങ്കിൽ പോലും എനിക്ക് നല്ല വോട്ടുകൾ കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. ഇത്രയും പേര് എല്ലാവർക്കും എന്നെ അറിയണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ സംഘടനയിൽ ആ സമയത്ത് 506 മെമ്പേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ മെമ്പേഴ്സിൻ്റെ എണ്ണം കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ 506 മെമ്പേഴ്സിനും എന്നെ അറിയണം എന്നില്ല. അവർ ഇത്രയും പേര് എന്നെ അറിയാഞ്ഞിട്ടും ഞാൻ പലരെയും ഫോൺ വിളിച്ച് ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചിട്ട് തന്നെ എന്നെ അറിയാഞ്ഞിട്ട് പോലും ഫോണിൽ വിളിച്ച് ആ ഒരു കോൺടാക്റ്റിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ദൃശ്യത്തിലെ ആ കുട്ടി എന്നുള്ള ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് വോട്ട് ചെയ്തവരുണ്ട്. അപ്പോൾ എന്നെ വിശ്വസിച്ച് വോട്ട് തന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നൊരു വിശ്വാസമാണ്, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു നൽകേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ വോട്ട് ചെയ്തതിന് അവർ എന്നെ വിശ്വസിച്ചു, അത് ഞാൻ തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പ്രവർത്തിക്കണം, ഉള്ള കാലം വരെ നന്നായി പ്രവർത്തിക്കണം. അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് അടുത്ത ആളുകൾ വരട്ടെ. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന അത്രയും സമയം എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണം. അതിൻ്റെ കാര്യങ്ങളിൽ ഞാനായിട്ട് ഒരു ബാക്കോട്ട് പോരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ മാത്രം ക്രെഡിറ്റ് ആയിട്ടൊന്നും ഞാൻ പറയണില്ല, അല്ലെങ്കിൽ ഞാനൊരിക്കലും പറയാനും പാടില്ല. നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സായിട്ടുള്ള എല്ലാവരും ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരാണ്. ഇതിനു വേണ്ടി നെഞ്ചും വിരിച്ച് മുന്നിൽ നിൽക്കുന്നവരാണ്. ഈ പറഞ്ഞ ഞാൻ അനുഭവിക്കുന്ന എല്ലാ ടെൻഷൻസും എൻ്റെ കൂടെ തന്നെ അനുഭവിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ എന്നെക്കാൾ കൂടുതൽ ടെൻഷൻസ് അനുഭവിച്ചിട്ടും അതിനു വേണ്ടി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു സംഘടനയാണ് അമ്മ. അപ്പോൾ അയ്യോ കൺഗ്രാറ്റ്സ്. എനിക്ക് വേറൊന്നും, സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ലൈക്ക് ഇത്രയും ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിലുള്ള ഒരു കരുത്ത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചിലപ്പോൾ ചിലവരുടെ അടുത്ത് നമുക്ക് ചെന്ന് സംസാരിക്കാൻ തന്നെ ഒരു ഭയപ്പാട്, ചിലപ്പം ആ ഒരു സീനിയോറിറ്റി ഒക്കെ വെച്ചിട്ടൊരു പേടി കാണുമല്ലോ. അതൊക്കെ അൻസിബ ഞാൻ നേരിട്ട് കണ്ടു. ഞാൻ അമ്മ പ്രോഗ്രാമിനുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരിട്ട് കണ്ടതാണ് അൻസിബ ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതാണെങ്കിലും എല്ലാം. അപ്പം ടിനിച്ചേട്ടനും അതുപോലെ തന്നെയാണ്. എനിക്ക് ഇപ്പം നമ്മുടെ ഫാഷൻ ഷോയിലെ ആ ഒരു ലുക്കൊക്കെ ആണോ? അത് ഞാൻ കേട്ടിരുന്നു. ഞാനിപ്പോ 6 വർഷം കൊണ്ട് 50% ഈ വർക്ക് ശരിക്കും ഫ്രീ ആയി ഇവരൊക്കെ വന്നത്. പിന്നെ കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും അൻസിബനെ ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് സ്കിറ്റിന്റെ റെക്കോർഡിങ് അതിലൊന്നും ഫ്രണ്ടിൽ വരാതെ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായി ഇത്രയും പേര് ഒരുമിച്ച് കൊണ്ടുവന്ന് ഇപ്പൊ ഒന്നും അറിയണ്ട എനിക്ക്. ഞാൻ എന്നെ ഏത് സ്കിറ്റിലാന്ന് വിളിച്ചു ചോദിക്കും, അതിൽ പോയി ചെയ്താൽ മതി അല്ലേ. പിന്നെ ഈ ഫാഷൻ ഷോയില് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാറി നിന്നപ്പോൾ അൻസി പറഞ്ഞിട്ട് ഒന്നുമില്ല ചേട്ടാ, വെറുതെ നടന്നാൽ മതി. എന്നിട്ട് ഞാൻ റിഹേഴ്സലിന് ഒന്നുമില്ല, ഞാൻ വേറൊരു പ്രോഗ്രാമിന് പോയിട്ട് പുള്ളിക്കാരി ഡയലോഗ് കൊറിയോഗ്രാഫർ നടന്നു വന്നിട്ട് റെക്കോർഡ് ചെയ്ത് തന്നിട്ട് പിന്നെ സ്റ്റേജിലാണ് കയറുന്നത്.
ഡയറക്റ്റ് സ്റ്റേജിലാണ് കയറിയത്. സ്റ്റേജിലൂടെ കയറുന്നത്. 3 റൗണ്ട്സ് ഉണ്ടായിരുന്നു, ആലോചിക്കണം. ഈ ബാക്കിയെല്ലാവരും എനിക്കൊന്ന് തലേന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ്. അപ്പൊ അൻസിബയുടെ ഒരു ധൈര്യത്തിലാണ് ഞാനിത് എനിക്ക് അയച്ചുകൊണ്ടിരിക്കുക ഓരോ നടന്ന് കാണിക്കുന്നത്. എന്നിട്ട് പിന്നെ ഡയറക്റ്റ് സ്റ്റേജിലേക്കാണ് കയറുന്നത്. അപ്പോൾ സ്റ്റേജിൽ ഒരു പതർച്ചയില്ലാതെയാണ് ഇവരെല്ലാം ചെയ്തത്. എന്നിട്ട് അവാർഡ് എന്തായിരുന്നു കിട്ടിയത്? ബെസ്റ്റ് പേഴ്സണാലിറ്റി. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു നമ്മൾ വർക്ക് ചെയ്തത് എന്താണെന്നുള്ളത് അറിയാം. അപ്പൊ അതെല്ലാം ഇവർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, പുതിയ ആൾക്കാർ ചെയ്യുന്നു, നമ്മുടെ ബുദ്ധിമുട്ട് എപ്പോഴും നമുക്ക് തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ നമ്മൾ ബോറടിക്കും. ഇവരെ കോർഡിനേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ 10 പേര് സ്കിറ്റിലുണ്ടെങ്കിൽ 10 പേര് 10 സമയത്ത് റെക്കോർഡ് ചെയ്തിട്ട് 10 പേര് ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. അതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. ഈ റോക്കറ്റ് വിക്ഷേപണം പോലെയാണ്. ആ ദിവസം മുകളിലേക്ക് പോയില്ലെങ്കിൽ തീർന്നു. 22 ആർട്ടിസ്റ്റിനെയൊക്കെ ഒരുമിച്ച് സ്റ്റേജിൽ കയറ്റണം. അത് ആലോചിച്ച് നോക്കണം. അത് ആവേശത്തിന്റെ സ്പൂഫായിരുന്നു ചെയ്തത്. അതിലുള്ള ആർട്ടിസ്റ്റുകൾ ഒറിജിനൽ അമ്പാരെ മറ്റവരൊക്കെ കൊണ്ടൊന്നും ചെയ്യണ്ടേ. നമുക്ക് അതിൻ്റെ അത് വേറെ ഇതിൽ കയറി ഇറങ്ങിപ്പോയി. നേരത്തെ അങ്ങനെയല്ല, റെക്കോർഡിങ് എഴുത്ത് മുതൽ നമ്മൾ എനിക്കറിയാം എന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പൊ ഇവരെല്ലാരും ടിനിച്ചേട്ടൻ കുറച്ച് റെസ്റ്റ് എടുക്കുന്നുണ്ട് എല്ലാത്തിനും. ഇപ്പൊ ഫാഷൻ നടക്കുക അല്ല, അവരുടെ ആർട്ടിസ്റ്റിന്റെ ബാക്കിയുള്ള ആർട്ടിസ്റ്റിന്റെ ആ ഒരു കാര്യം കൂടെ പറയണം. അപ്പോൾ ആവേശമൊക്കെ ചെയ്യുമ്പോൾ ആ സ്കിറ്റിനകത്ത് എണ്ണം കൂടുതലാണ് ആളുകളുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു സ്കിറ്റ് ഉണ്ടായിരുന്നു, സൈജു ചേട്ടനും അനുശ്രീയൊക്കെ ചെയ്ത. അതിനകത്തായിരുന്നു ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് ഒരു സ്റ്റേജിൻ്റെ ബാക്കിൽ ഇത് സ്കിറ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഒരുമിച്ച് കയറണം. ടൈമിങ്ങിന് കയറുന്നുള്ളതുകൊണ്ട് ബാക്ക് സ്റ്റേജിൽ റെഡി ആയിട്ട് നിൽക്കണം. അപ്പോൾ ഫഹദൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും 2 മണിക്കൂറൊക്കെയാണ് ബാക്കിൽ വെയിറ്റ് ചെയ്ത് നിന്നത് ഈ ഒരു സ്കിറ്റ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെടുക്കുന്നൊരു എഫേർട്ടും വലുതാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ അത് കേൾക്കാൻ റെഡിയാണ്. നമ്മളെടുക്കുന്ന എഫേർട്ട് മനസ്സിലാക്കിയിട്ട് ആണ് വെയിറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ ചോദിക്കാം, ഞാൻ വന്നിട്ട് 2 മണിക്കൂറായില്ലേ, എന്താ എന്നെ സ്റ്റേജിൽ കയറ്റാത്ത, അങ്ങനെ ചോദിക്കാം. പക്ഷെ അങ്ങനെ ചോദിച്ചിട്ടില്ല, മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓരോരുത്തരും വിളിക്കുമ്പോഴും ഇവരെല്ലാം നോക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രേസ് ഉണ്ട്, ഫഹദ് ഉണ്ട്, ധ്യാൻ ഉണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. പക്ഷെ ആരും ഒരാൾ പോലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. കാരണം അവരിത്രയും 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് പോലും എന്നെ നോക്കി ഇടയ്ക്ക് നോക്കി ചിരിക്കും ലേറ്റ് ആവണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരാളും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഇത്രയും ഡിഫിക്കൽട്ടാണെന്ന് അവർക്കറിയാലോ. അത്രയും നേരം വെയിറ്റ് ചെയ്യാനും അവർ ക്ഷമ കാണിച്ചു. ഡബ് ചെയ്യാൻ വളരെ കറക്റ്റ് സമയത്ത് വന്നു. റിഹേഴ്സലിനൊക്കെ ഇവരാണ് ഇൻട്രസ്റ്റ് എടുത്തിട്ട് ആദ്യം എത്തും. പറയുന്ന സമയത്തിനേക്കാൾ 5 മിനിറ്റ് മുന്നേ എല്ലാവരും എത്തും. എന്നിട്ട് റിഹേഴ്സൽ 4 തവണയൊക്കെ നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ 2 തവണയും കൂടെ നോക്കിയാലോ എക്സ്ട്രാ എന്നിട്ട് നോക്കും. അങ്ങനെയാണ് എല്ലാവരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പാണ് അവിടെ ബിൽഡ് ചെയ്യണത്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരു ഫാമിലി, ഒരു ബിഗ് ഒരു സിനിമയാണെങ്കിലും ഇതുപോലൊക്കെ തന്നെ ഉണ്ട്. ഒരു ഡയറക്ടറിന്റെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണ്. ഇത് എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് ഇന്ന സമയത്ത് കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ മറ്റൊരാളുടെ ഇന്ന പ്രശ്നം. പക്ഷെ ഇതിന് പിന്നെ ഒരു ദിവസം മാറ്റി വെക്കാം. ഇതങ്ങനെയല്ല, ആ 2 മണിക്കൂറിൽ അവര് പ്രസന്റ് ആയിരിക്കണം. അത് ആ സമയത്ത് എല്ലാവരും ഫ്രീ ആയിരിക്കും. കാരണം കാണികള് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഡിലേ ആക്കാനും പറ്റില്ല. അപ്പോൾ എല്ലാവരുടെയും ഒരു എഫേർട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയും പേര് ഒരുമിച്ച് വരുന്ന ഒരു സംഘടന, ആ സംഘടനയിൽ ഇത്രയും ഐക്യമുണ്ട്. എന്നിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സംഘടനയെ മോശം പറയുമ്പോൾ അതൊരു വിഷമമുണ്ട്. നമ്മൾ 48ഓളം അംഗങ്ങൾക്ക് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ വീട്ടിൽ എല്ലാ മാസം കൊറിയർ അയച്ചു കൊടുക്കുകയാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫണ്ട് വേറെ കണ്ടെത്തി. നമ്മുടെ അമ്മയിലുള്ള ഓൾറെഡി ഉള്ള ഫണ്ട് എടുത്തിട്ടൊന്നുമല്ല നമ്മളത് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പെൻഷൻ നൽകുന്നുണ്ട്, കൈനീട്ടം ആയിട്ട് നമ്മൾ നൽകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ പേഴ്സണലി പലരെയും സഹായിക്കാൻ മുന്നിട്ട് വരുന്നുണ്ട്. അത് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഫിനാൻഷ്യൽ ഹെൽത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാ രീതിയിലും ഒരു സപ്പോർട്ട് സിസ്റ്റം അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു സംഘടനയെ പറ്റി മോശമായി പറയുമ്പോൾ, ഇതിനെ തകർക്കുമ്പോൾ ഇത്രയും പേരുടെ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ പറയട്ടെ, കൈനീട്ടം കൊണ്ട് മാത്രം ജീവിക്കുന്ന പല ആർട്ടിസ്റ്റുകളുണ്ട്. അതായത് 5000 രൂപയാണ് കൈനീട്ടം ഒരാൾക്ക് കിട്ടുന്നത്. ആ 5000 രൂപ കൊണ്ട് മരുന്നുകളും വാങ്ങിച്ച് അവർ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. എൻ്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, മോളെ ഈ പൈസ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് മക്കളില്ല, എന്നെ നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വിഷമം തോന്നിയിട്ടാണ് നമ്മൾ സഞ്ജീവനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി തുടങ്ങിയത് തന്നെ. കാരണം ഈ പെൻഷൻ തുകയിൽ നിന്ന് പൈസ എടുത്തിട്ട് അവർ മരുന്ന് വാങ്ങിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. മരുന്ന് അവർക്ക് വേറെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൈസ അവർക്ക് യൂസ് ചെയ്യാമല്ലോ.
അങ്ങനെയാണ് നമ്മൾ എല്ലാവരെയും കോൺടാക്ട് ചെയ്തു. അവർക്ക് നമുക്ക് ഇങ്ങോട്ട് മരുന്നുകൾ വേണം എന്ന് ആവശ്യപ്പെട്ട എല്ലാവർക്കും നമ്മൾ മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് പോലും നമ്മൾ മരുന്നുകൾ കൊടുക്കാതിരുന്നിട്ടില്ല. കാരണം മരുന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പെൻഷൻ കിട്ടുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ പൈസ അവർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഒരു സംഘടനയെ നശിച്ചു പോകുമ്പോൾ ഇത്രയും പേരുടെ ഒരു അന്നമാണ് മുട്ടിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് മന്ത്ലി കിട്ടുന്ന ഒരു സഹായമാണ് നിലച്ചു പോകുന്നത്. ഇതെല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട. അപ്പോൾ ഇതൊന്ന് കുറച്ച് പേരിലേക്കെങ്കിലും ഇതൊന്നും അറിയണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് പറയണത്. അപ്പോൾ നശിപ്പിക്കരുത് ഒരു സംഘടനയെ. എനിക്കൊന്ന് ഒരു ചെറിയ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എപ്പോഴും ഒരു പോയിന്റിൽ നിർത്തുന്ന ഒരു ലെവലിലേക്ക്. ഒരുപാട് പേർക്ക് വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്, അക്ഷര വീട് വെച്ച് നൽകിയിട്ടുണ്ടല്ലേ. ഇതെല്ലാം നൽകിയിട്ടും സിനിമ എന്ന് പറയുമ്പോൾ ഇവർ ഓവർ പെയ്ഡ് ആണ്. GST ഓഫീസേഴ്സിന്റെ ഒക്കെ വിചാരം ഇവർ ഓവർ പെയ്ഡ് ആണ്. പുള്ളി ഓഫീസറാണല്ലോ, അപ്പോൾ പുള്ളി അറിയണമല്ലോ. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് കിട്ടുന്ന കാശുമ്പോൾ അതിനെ എടുക്കുന്ന എഫോർട്ട് നിസ്സാരമല്ല. ആയുസ് കളഞ്ഞിട്ട് നമ്മൾ അപ്പോൾ പറയും ഇപ്പോൾ സുഖിച്ച് നടക്കുന്നു, വണ്ടി നടക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ആയുസ് കളഞ്ഞ് പണിയെടുത്തിട്ട് തന്നെയാണ് അല്ലേ. എല്ലാവർക്കും കോടികളൊന്നും കിട്ടുന്നില്ലല്ലോ. വിരലിലെണ്ണാവുന്നവർക്കാണ് ഈ കോടികൾ കിട്ടുന്നത്. ബാക്കി എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ്. ഒരു പടം ചെയ്ത അദ്ദേഹത്തിന് അറിയാൻ പറ്റും ആരൊക്കെ എന്തൊക്കെ വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു സിനിമ സംഭവിക്കാൻ. ഈ കോടികൾ പറയുന്നുണ്ടെങ്കിലും അവർക്ക് കിട്ടുന്നതിന്റെ പകുതിയാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർസിന് ഉൾപ്പെടെ ചെക്കുകളൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാറൊന്നുമില്ല. ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരെന്നും നിലനിൽക്കും. ഈ പ്രത്യേകിച്ച് മമ്മൂക്ക, ലാലേട്ടനൊക്കെ പറഞ്ഞ് ഒരുപാട് പുറത്ത് പറയാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് എല്ലാം പുണ്യവന്മാരെന്നല്ല ഉദ്ദേശിക്കുന്നത്. സിനിമ എന്ന് പറയുന്നത് അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു ഇതല്ല. ടാക്സ് അടക്കുന്നതും ഇല്ല. പക്ഷെ ആൾക്കാർക്ക് കാണുന്നത് ചീത്ത പറയാനൊരു ഇവര് ഉടുത്തൊരുങ്ങി കിടക്കുന്നത്. ജനറൽ ബോഡിക്ക് മാത്രമായിരിക്കും ഒരു കളർഫുള്ളായിട്ട് ഒരു സാരി ഉടുത്ത് അവർ വരുന്നത്. അവരൊക്കെ എത്ര കാലമായിട്ട് സ്ക്രീനിൽ വന്നിട്ടെന്നറിയും. അല്ലെങ്കിൽ എത്ര കാലമായിട്ടുണ്ടാവും ഒരു പുതിയ ഡ്രസ്സ് സ്വന്തമായി മേടിച്ചിട്ടെന്ന് അറിയാമോ? കാരണം സിനിമയുടെ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് രാവിലെ ചെല്ലുന്നത്. പലരും പുതിയ ഡ്രസ്സ് വാങ്ങിക്കുന്നത് തന്നെ വളരെ വിരളമായിട്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അല്ല ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ഇതിൽ കുറച്ച് പേർക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും, പക്ഷെ കുറേ പേര് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല. അപ്പൊ അങ്ങനെ ഈ അമ്മ എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് അമ്മ സംഘടനയിലുള്ളത്. അപ്പോൾ ബേസിക്കലി അവർക്കൊരു സഹായം ചെയ്യുമ്പോൾ ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്നത് തന്നെയാണ് അമ്മ എന്ന് പറഞ്ഞൊരു സംഘടന. അപ്പോൾ പറയുമ്പോൾ മൊത്തം നെഗറ്റീവായിട്ടുള്ള ആളുകളുള്ളൊരു സംഘടന അതെങ്ങനെ പറയാൻ പറ്റും? ഈ 506 പേരും അങ്ങനെയുള്ള ആളുകളാണോ? ഈ അമ്മ നടിമാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അച്ഛൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരുണ്ട്, അവരൊക്കെ അതാണോ? എങ്ങനെ അങ്ങനെ പറയാൻ പറ്റും? അടച്ചാക്ഷേപിക്കാൻ പറ്റും? അതൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. പിന്നെ ഒരു സംഘടന ഇത് നശിക്കുമ്പോൾ ഉള്ള ഒരവസ്ഥ, ഇത്രയും പേരുടെ ലൈഫാണ് സ്പോയിൽ ആവുന്നത്. ഇത്രയും പേരെ ഈ പറയുന്ന ആളുകൾക്ക് ഏറ്റെടുക്കാൻ പറ്റും. ഈ കുറ്റം പറയുന്നവർക്കും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ കൂടുതൽ കഞ്ചാവും ഉപയോഗിക്കുന്ന എത്ര പേരാണ്? കുടുംബങ്ങൾ എത്ര പേരാണ്? പോലീസിൽ അതുപോലെ തന്നെ അതിലുണ്ടല്ലോ, നമ്മൾ ഈ സ്റ്റേജിൽ അതുപോലെ തന്നെ. നമ്മൾ ഇതിൽ മാത്രമല്ല പറഞ്ഞത്, ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ സിനിമ എന്ന് പറഞ്ഞ സൊസൈറ്റിയുടെ ഒരു ഭാഗം മാത്രമാണ്. സ്കൂളുകളിൽ എത്രയോ കുട്ടികൾ ഉപയോഗിക്കുന്നു, 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് നമ്മളെ പോലീസും നമ്മൾ ഭരണകൂടമാണ് ഇതിനെതിരെ നിൽക്കേണ്ടത്. അല്ലാതെ സിനിമയ്ക്കകത്തുള്ള പോലീസും കള്ളനല്ല ചെയ്യേണ്ടത്, ഭരണകൂടമാണ് അതിൻ്റെ ഒരു ഇത് ചെയ്യുന്നത്. നമ്മൾ ആ ലോയെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താണോ അവർ ആവശ്യപ്പെടുന്നത് ആ ഒരു സഹായം നമ്മളിൽ നിന്നുണ്ടാവും. പൂർണ്ണമായിട്ടുള്ള പിന്തുണ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള സഹായം നമ്മുടെ ഭാഗങ്ങളിൽ നിന്നുണ്ടാവും. പക്ഷെ ഇതിനുള്ള പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഒരു അറിവാളി എന്നൊരു വാക്ക് എന്താണ് സംഭവം? അറിവ് കൂടുതലുള്ള അറിവുള്ള ആള്. ഞാൻ ഊഹിച്ചതാട്ടോ, ഞാനും ആദ്യമായിട്ടാ കേൾക്കണേ. അറിവാളി എന്ന് പറയാൻ, തമിഴിൽ അറിവാളി എന്ന് പറഞ്ഞ അറിവുള്ള ആൾ തന്നെയാണ്. അറിവാളി എന്ന് പറഞ്ഞാല് തമിഴില് അറിവുള്ള ആള് അറിവാളി. നീ പെരിയ അറിവാളിയാ, അങ്ങനെ പെരിയ അറിവാളി എന്ന് പറയുന്നത്. അല്ല, മലയാളത്തില് പ്രോപ്പറായിട്ട് അങ്ങനെ വാക്കുണ്ടോന്ന് എനിക്കറിയില്ല. തമിഴിൽ അറിവാളി എന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞതായിരിക്കാം ആ ഒരു സംസാരത്തില്, അതിന്റെ കൂട്ടത്തില്. ഇവിടെ കുറെ നേരമായിട്ട് എന്നെ അവര് നിർത്തിക്കോ എന്റെ സമയം കഴിഞ്ഞു. അവരെന്നെ നമ്മളൊരു വൈബിൽ ഇങ്ങനെ സംസാരിച്ചു പോയിരുന്നല്ലേ, വൈബ് പോയി. ഓക്കെ, അപ്പൊ നമ്മുടെ പോലീസ് ഡേ എന്തായാലും റിലീസ് ആവാൻ പോവാണ്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദ മൂവി. ആൻഡ് ചേട്ടാ, എല്ലാവർക്കും, നിങ്ങൾക്ക് 3 പേർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. മൂവി വൻ സക്സസ് ആവട്ടെ. തീർച്ചയായിട്ടും.